ബാർ ഉടമകളുടെ യോഗം അടുത്തയാഴ്ച കൊച്ചിയിൽ ചേരും. ബാർ കേസിൽ റിവ്യൂ ഹർജി നൽകുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ യോഗത്തിന് ശേഷം പരിഗണിക്കും. അടുത്തയാഴ്ച ആദ്യം ഭാരവാഹികളുടെ യോഗം കൊച്ചിയിൽ വിളിച്ചുകൂട്ടാനാണ് തീരുമാനം. റിവ്യൂ ഹർജി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗത്തിൽ തീരുമാനിക്കും. റിവ്യൂ ഹർജി നിയമപരമായി ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തലാണ് ഒരു വിഭാഗം ബാർ ഉടമകൾക്കുള്ളത്. സർക്കാർ മദ്യനയം പുനഃപരിശോധിക്കുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു. ബാറുകൾ അടച്ചുപൂട്ടിയതിനു ശേഷം ലഹരി വസ്തുക്കളുടെ ഉപഭോഗത്തിലുണ്ടായ വൻ വർധനവ് ഇവർ ഉയർത്തിക്കാട്ടുന്നു. സംസ്ഥാന പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി ഈ നിലപാടുകാരനാണ്. അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഈ പോളിസി കൊണ്ട് മറ്റ് മയക്കുമരുന്നുകളും അങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ലഭ്യതയും കച്ചവടവും കൂടിയിട്ടുണ്ട്. അത് 1000 ഇരട്ടി വരെയൊക്കെ കൂടിയിട്ടുണ്ടെന്നാണ് നിയമസഭയിലും നിയമസഭയ്ക്കകത്തും പുറത്ത് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ പറയുന്നത് മാത്രമല്ലല്ലോ, ഗവൺമെൻറ് തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യം. അതിന് ഗവൺമെൻറ് വേണമെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് വേണ്ടുന്ന തീരുമാനിക്കട്ടെ. പുനർചിന്തനം ഗവൺമെൻറ്റിന് വരുന്നത് നല്ലതാണ്. സർക്കാർ നിലപാട് അനുകൂലമായില്ലെങ്കിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവും. ബാർ ഉടമകൾ ചില മന്ത്രിമാർക്കെതിരെ വിജിലൻസിന് മൊഴി നൽകാനും തയ്യാറാകും. സത്യം തെളിയാനുള്ളൊരു ചാൻസാണ് ഈ കോടതി വിധി ഇങ്ങനെ വന്നത്. അതല്ല, കോടതി വിധി ഇത് അനുകൂലമായിട്ടാണ് വരുന്നിരുന്നതെങ്കിൽ ഇത് എല്ലാം തെഞ്ഞു വാങ്ങി പോയേനെ. അപ്പോൾ അതിന് പ്രതീക്ഷിക്കാം. എൻ്റെ ഒരു അഭിപ്രായം, പ്രസിഡൻ്റൊന്നും അത് പറയല്ല, എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിൽ ഇനി അത് പ്രതീക്ഷിക്കാം. അത് കൃത്യമായി അതിന് എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ അത് ആളുകൾ പുറത്തു കൊണ്ടുവരും. വിധി പ്രതികൂലമായ സാഹചര്യത്തിൽ ഒന്നിച്ചു നിൽക്കണമെന്ന പൊതുവികാരമാണ് ബാർ ഉടമകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ നിർണായക തീരുമാനങ്ങൾ ബാർ ഉടമകളുടെ യോഗത്തിൽ ഉണ്ടായേക്കാം. ന്യൂസ് ബ്യൂറോ, കൊച്ചി.